ഹലോ ഗൈസ്, ഇഷ്ടം ആർഷിപ്പാണ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോസ് ആകുന്നത്. അപ്പോൾ ഗൈസ്, മെയ് 4 ഇലക്ഷൻ റിസൾട്ട് വരാണല്ലോ. അപ്പോൾ ആര് ജയിക്കാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ കമൻറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഗൈസ്, നമുക്ക് കോഴിക്കോട് വരെ റിയേഷൻ നോക്കാം, അഭിപ്രായം എന്താണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇസ്മേ ആർഷിപ്പാണ് സൈനിങ് ചെയ്യണേ. നാളെ ഇലക്ഷൻ റിസൾട്ട് വരാണല്ലോ. അപ്പോൾ ആര് ജയിക്കാണ് നിങ്ങളുടെ പ്രതീക്ഷ? ആരേക്ക് ഭരണത്തിൽ വരെ ആഗ്രഹിക്കും? ഇത് വരാനേ നല്ല ക്ഷേമപ്രവർത്തനം കാഴ്ചവെച്ചത് ആരാണോ അവർ വരും. പിന്നെ ജനങ്ങൾക്ക് വോട്ട് ചെയ്യണം, ഒരു ജയിച്ചത് അവരാണെങ്കിൽ അവർ വരും. ഏത് സർക്കാരാണ് ഇപ്പോൾ, ഏത് പാർട്ടിയാണ് വരണമാണ് നിങ്ങൾ ഇപ്പോഴത്തെ ഇടതുപക്ഷം വരുന്നതാണ്. 10 വർഷം ഈ 10 വർഷത്തെ ഭരണമൊക്കെ അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല, ഭരണമൊന്നും കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ഇലക്ഷൻ്റെ റിസൾട്ട് വരാണ്. അപ്പം ആര് ജയിക്കാണ് നിങ്ങളുടെ പ്രതീക്ഷ? അപ്പോൾ 10 വർഷത്തെ ഇപ്പോൾ LDFിൻ്റെ ഭരണമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു? അതുകൊണ്ട് വരും പ്രതീക്ഷ എന്താ? വർഷം കൊണ്ട് മറ്റൊന്നുള്ള ജനവികാരമുണ്ട്. തോന്നുന്ന രീതിയിൽ എല്ലാ പാർട്ടിക്കാരുണ്ട്. പക്ഷേ ഓരോ നാട്ടിലെല്ലാം ഒരു ഫീൽഡ് തന്നെയാണ്. സിപ്പോടെ സ്ഥലത്ത് പറഞ്ഞത് അത് പറയുന്നത് നന്നായിട്ട് പറയുന്നത് 90% എന്ന് പറയുന്നത് മാറ്റി നല്ലതാണ്. ഓക്കെ, താങ്ക് യു. നാളെ ഇപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് വരാണല്ലോ. അപ്പോൾ ആര് ജയിക്കാണ് പ്രതീക്ഷ? ആര് ജയിച്ചു എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. ഈ ഇതുവരെയുള്ള ഇലക്ഷൻ വരില്ലപ്പം ഇപ്പോൾ എല്ലാം കട്ടക്കട്ടൊക്കെ 3 മുന്നണികളാണ്. 3 മുന്നണി കട്ടക്കട്ട നിൽക്കുകയാണ്. അപ്പോൾ ആര് ജയിച്ചു ആര് തോക്കുന്നു അങ്ങനെ പെട്ടെന്ന് നമുക്ക് ആൻറ്റിസിപ്പേഷൻ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു പാർട്ടിയെ പറ്റി പറയുമ്പോൾ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ആൾ ജയിച്ചു. അപ്പോൾ ഈ ഭരണപക്ഷത്തോട് ഞങ്ങൾക്കിപ്പോൾ ചെറിയൊരു എതിർപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം നാളത്തെ അപ്പോൾ ചില സീറ്റിലാണ് അത് എത്ര തന്നിപ്പിടി പറഞ്ഞാലും അത് അവരെ ജയിക്കണമെന്ന് വെച്ചിട്ടുണ്ടാകും. അങ്ങനെ ചില നിയമസഭത്തിൽ ഉണ്ടാവും. കോഴിക്കോട് നോർത്ത് സൗത്ത് നിങ്ങളതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. മാറ്റം അനിവാര്യമായിരിക്കും. സാധ്യത ഈ 10 വർഷത്തെ ഭരണം സാറ്റിസ്ഫൈ ആണോ? അല്ല, സാറ്റിസ്ഫൈ കാരണം അറിയാം. ഇപ്പോൾ ശബരിമല പ്രശ്നം ഏറ്റവും ആ ശബരിമല പ്രശ്നം കൂടെ കൂടാതെ രണ്ടാമത് ഇപ്പോൾ സ്വർണ്ണം അടിച്ചു മാറ്റി അതൊക്കെ ഇന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഭരിക്കുന്ന ആൾക്കാരൊക്കെ ചെയ്യാൻ പാടില്ല. നമ്മളൊരാളെ ഇലക്ഷൻ നിർത്തി ജയിക്കുന്നതിന് അവർ വന്നാലും അവർ പല കാര്യങ്ങളും ജനങ്ങൾക്ക് ഒരു പൊതുജനങ്ങൾ ഇപ്പോൾ ഞാനാ നിങ്ങളെല്ലാം പൊതുജനങ്ങളല്ലേ നമുക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ ചെയ്യുന്ന ആൾക്കാർ ഒരു മാതൃക കാണിക്കണ്ടേ. മാതൃക്ക് പകരം കമ്പ്ലീറ്റ് കൊള്ളടിച്ച് മറ്റൊരു മാതൃക ചെയ്യാനൊക്കെ അത് ഏത് പാർട്ടിയൊന്നുമല്ല, ആരാണ് ചെയ്തത് അത് തെറ്റാണ്. നമുക്കതുകൊണ്ട് ഇപ്പോൾ ഈ എല്ലാ പാർട്ടിക്ക് പറയുന്നത് ഏതായാലും അങ്ങനെ അത് ചെയ്യാൻ പാടില്ല. പിന്നാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഹോർഡിങ്സ് മറ്റും എത്ര സർക്കാരിൻ്റെ പൈസ ചെലവാക്കി ചെയ്യും. അപ്പോൾ അതും പൊതുവെച്ചാൽ ഈ പൈസ അങ്ങനെ ചെയ്യാൻ പാടില്ല. KSRTC ബസ്സിനുള്ള കംപ്ലൈൻറ്റ് അതുകൊണ്ട് ആൾക്ക് വേറെ പണികളൊന്നും ചെയ്താലും അത് തെറ്റാണ്. നമ്മളൊന്നാലിപ്പോൾ 6 ലക്ഷം കോടിയിലിട്ടാണ് നമ്മുടെ സംസ്ഥാന കടത്തിലേക്ക് ഓരോ കൊല്ലം കഴിഞ്ഞ് നമ്മളൊരു പാർട്ടിക്കാരാണെങ്കിൽ ഒരിക്കലും അത് കടത്തിൻ്റെ അളവ് കുറച്ചുകൊടുക്കും. ഇത് നേരെ ഓരോ ടൈം ഇതിങ്ങനെ പോവാണ്. ഇതെന്ത് പണിയാണ്? എന്തെങ്കിലുമൊക്കെ പൈസ ഉണ്ടല്ലേ. ഇപ്പോൾ ഇവിടെ ചാടിച്ച് ഇന്നലെ വരെ ആ ചായ 10 രൂപ ചായ അടിച്ചിട്ട് ഒറ്റടി പഴിക്കില്ല. അവർ പണ്ടുവരില്ല. ഓരോ സാധനം നയകാരിക്കൊണ്ട് ഇപ്പോൾ ഇലക്ഷൻ ചെയ്യാൻ സ്വാഭാവികം എല്ലാത്തിനും ഈ KCBന്റെ മറ്റേ കറണ്ടിന്റെ അതിനെ കുറിച്ച്